ഹലോ ഗൈസ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഘർ സോപ്പിന്റെ റിവ്യൂ ആയിട്ടാണ്. അതെ, നമ്മൾ ഫെബ്രുവരി 17-ാം തീയതിയാണ് ഘർ സോപ്പിൻ്റെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഘർ സോപ്സ് വാങ്ങുന്നത്. 2 നമ്മൾ വാങ്ങിച്ചത്. ഇവളും ഒരെണ്ണം ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. 20 days യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ വാങ്ങിയത്. വാങ്ങിയിട്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാനെല്ലാം നല്ല രീതിക്ക് 20 days തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആഡ് കൊടുക്കുന്നത്. ഇൻസ്റ്റഗ്രാം എടുത്താൽ ഇപ്പോൾ ഇതിൻ്റെ ആഡ് മാത്രമേ ഇൻസ്റ്റഗ്രാമിൽ വരാറുള്ളൂ. അങ്ങനെ നമ്മൾ വാങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ വേറെ 2 ഫ്രണ്ട്സും വാങ്ങിയായിരുന്നു. ഞങ്ങൾ വാങ്ങിയ സമയത്ത് വാലന്റൈൻസ് ഡേയുടെ ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 146 രൂപയ്ക്കാണ് അന്ന് ഞങ്ങൾ ഒരു സോപ്പ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 4 സോപ്പ് ടോട്ടൽ വാങ്ങി. അതിൻ്റെ കൂടെ 2 ഫേസ് വാഷും കൂടെ ഫ്രീ ആയിട്ട് കിട്ടി. ഇനി അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സോപ്പിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ യൂസ് ചെയ്ത് ഇത്രയായി സോപ്പ്. ഇത് ഞങ്ങൾ അങ്ങനെ ബോഡിക്ക് ഫുള്ളായിട്ട് എടുക്കത്തില്ല. ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യാനും ഹാൻഡ്സ് വാഷ് ചെയ്യാനും മാത്രമേ നമ്മളത് ഉപയോഗിക്കത്തുള്ളൂ. ഇവളായാലും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ സ്ക്രബാണ് വരുന്നത്, ഒരു സൈഡിൽ സോപ്പ്. പറഞ്ഞു കൊടുക്ക്. അങ്ങനെ വാങ്ങിയതാണ്. ഇതിൽ ഈ ആഡിൽ അവർ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 20 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് മാറ്റം കാണാൻ പറ്റും. നമ്മുടെ ബോഡിയിലെ ടാനല്ല നല്ല രീതിക്ക് മാറി കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് കെമിക്കൽസോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്ന സോപ്പിൻ്റെ കവറിലായാലും കൊടുത്തിരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ 20 ദിവസം നമ്മൾ ഒരു ദിവസം പോലും യൂസ് ചെയ്യായിരുന്നില്ല. ഫെബ്രുവരി 17-ന് വാങ്ങിയിട്ട് ഇതുകൊണ്ട് ഒരു യൂസ് ഇല്ലെന്ന് എപ്പം മനസ്സിലായോ അപ്പോഴാണ് നമ്മൾ നിർത്തിയത്. 20 ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. 1 മാസത്തിലധികം നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തുവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേസ്റ്റ് ഓഫ് മണി, അത്രേ ഉള്ളൂ. ശരിക്കും സത്യം. വലിയ ഹൈപ്പ് കൊടുത്തിട്ട് ഇവർ ഈ ആടുന്ന കണ്ടിട്ട് ആൾക്കാർ വാങ്ങി വെറുതെ പൈസ പോകും. ഇനി ആരെങ്കിലും വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് നല്ല മണമാണ്. അല്ലാതെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിത് മുഖത്ത് തേക്കുവാണെങ്കിൽ ആ ഒരു സമയത്തൊരു 2 മിനിറ്റ് അങ്ങനെ നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ വരുന്ന കണക്ക് തോന്നും. അപ്പം അത് നമ്മളിപ്പം മുഖത്ത് അതെ ഏത് സോപ്പ് വെച്ചാലും നമ്മൾ ഫേസ് വാഷ് ഇട്ടാലും നമ്മുടെ മുഖം ജസ്റ്റ് ഒന്ന് ഗ്ലോ ആയ കണക്ക് ഒരു 2-3 മിനിറ്റ് ഗ്ലോ ആവത്തില്ലേ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിൽ ടാൻ മാറ്റുന്നതോ ഒരു ഉപയോഗമില്ല. ടാൻ മാറ്റുന്ന കാര്യത്തിലാണെങ്കിൽ ഇത് വെറും വേസ്റ്റ് ആണെന്നേ നമ്മൾ പറയത്തുള്ളൂ. ആരും വെറുതെ വാങ്ങി പൈസ കളയരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഇത്ര ആയെങ്കിൽ നമ്മൾ ഈ സോപ്പ് എന്തുമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പറ, ഇത്രേ ഉള്ളൂ. വേസ്റ്റ് ഓഫ് മണി. അപ്പോൾ ഇതിപ്പം പെട്ടെന്ന് ഒരു 20 ദിവസം ആയപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു. കയ്യിലൊക്കെ തേച്ചിട്ട് കയ്യിൽ ടാൻ മാറുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തെ ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു. ഓരോ ദിവസത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്തിനാണ് ഞാനിനി ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഫോണിൻ്റെ സ്പേസ് നിറക്കുന്നത് വെച്ചാൽ ഞാൻ പിന്നെ അത് നിർത്തി. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇതിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജസ്റ്റ് സാധാ നമ്മളെങ്ങനെ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ. മണം, സ്മെല്ല മണമാണ്. അത് നമ്മളെ ഈ റോസ് വാട്ടറിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന്. അപ്പം നല്ല സ്മെല്ലാണെന്നത് ഒഴിച്ച് ഒരു സോപ്പാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് വ്യത്യാസം കാണിക്കാതെ ഇതുവരെ തേച്ചിട്ട് താഴോട്ട് കറുപ്പ് താഴോട്ട് വെളുപ്പ് അങ്ങനെയൊന്നും വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നുമില്ല. നമുക്ക് ഡെയിലി യൂസിന് എങ്ങനെ ഒരു നോർമൽ സോപ്പ് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെയുള്ള ഈ സോപ്പ്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ മാറ്റങ്ങളോ അങ്ങനെ ഒന്നും വരത്തില്ല. ഈ പരസ്യത്തിൽ അവർ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മേ ബി അവർക്ക് നല്ല ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല.
ഇപ്പം നമ്മളിത് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി വല്ല റിവ്യൂസും ഉണ്ടോ, ഉണ്ടെങ്കിൽ വാങ്ങാം, അങ്ങനെ വാങ്ങി വെറുതെ അല്ലാതെ വാങ്ങി പൈസ കളയണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ അധികം റിവ്യൂസ് ഒന്നും കണ്ടില്ല. പിന്നെ കിട്ടുന്നതെല്ലാം പെയ്ഡ് പ്രൊമോഷനായിരുന്നു. പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര ഇത് കഴുത്തിൻ്റെ ഇവിടേക്ക് കാണിച്ചിട്ട് ഇത്ര ഭാഗം നോക്ക്, ആദ്യം ഇങ്ങനെയായിരുന്നു പിന്നെ ഇപ്പം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തതല്ലാതെ ജെനുവിനായിട്ടുള്ള റിവ്യൂ ആരും ഇട്ടതായിട്ട് നമ്മൾ കണ്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിടുന്നത്. കാരണം വെച്ചാൽ ഞങ്ങളുടെ പൈസ പോയ കണക്ക് വേറെ ആരുടെയും പൈസ, ഒരുപാട് പൈസ ഒന്നുമില്ല എന്നാലും പറയുന്നതാണ്, അത്ര ഇപ്പം ഇതിനെ നല്ല റേറ്റ് ആയെന്ന് തോന്നുന്നില്ലേ. അപ്പം വെറുതെ വാങ്ങിച്ച് പൈസ കളയേണ്ട, പൈസ പോവും, സമയം പോവും. ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടുമായിരിക്കും. അല്ലാതെ ഖർ സോപ്സ് വാങ്ങിയിട്ട് റിവ്യൂ പറയുവാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ജെന്യൂൻ ആയിരിക്കണം. പക്ഷേ അതെ, പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തേച്ചത് കൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് മുഖത്ത് കുരുക്കളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ റിയാക്ഷനായിട്ടൊന്നും ഒന്നും വന്നിട്ടില്ല. ഒരു മാറ്റമില്ല. ഞങ്ങൾ എങ്ങനെയാണോ സാധാരണ സോപ്പിട്ട് കുളിക്കുമ്പോൾ എങ്ങനെയാണ് അതേപോലെയുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ അല്ലാതെ സൈഡ് എഫക്ട്സോ അങ്ങനെ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഇനി വാങ്ങണം വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.